ഹായ്, താങ്ക് യു വെരി മച്ച്. വളരെയധികം സന്തോഷം നിങ്ങൾ ഈ പെരിടെക് ഡിജി ആഡ്സ് ആൻഡ് ഓട്ടോമേഷനെ കുറിച്ച് അറിയാൻ വേണ്ടി താല്പര്യം കാണിച്ചതിൽ വളരെയധികം സന്തോഷം. ഈ കോഴ്സ് ഞാൻ ശരിക്ക് ചെയ്യുന്നത് നമ്മളെപ്പോലത്തെ ചെറിയ ചെറിയ ബിസിനസ്സുകളും അതേപോലെ തന്നെ സ്റ്റുഡൻസ് അവർക്ക് എന്തെങ്കിലും ഒരു എക്സ്ട്രാ ഇൻകം ഉണ്ടാക്കാനുള്ള ഒരു തൊഴിൽ പഠിപ്പിക്കുക. അതേപോലെ തന്നെ നമ്മളെപ്പോലത്തെ ചെറിയ ചെറിയ ബിസിനസ് ചെയ്യുന്ന ആൾക്ക് സ്വന്തമായിട്ട് ഫേസ്ബുക്കിൽ ആഡ് ചെയ്യാനും സ്വന്തമായിട്ട് പ്രൊഡക്റ്റ് ബ്രാൻഡ് ചെയ്യാനും സ്വന്തമായിട്ട് വീഡിയോ ഉണ്ടാക്കി അത് യൂട്യൂബിൽ പബ്ലിഷ് ചെയ്യാനും അതേപോലെ തന്നെ പരസ്യം ചെയ്ത് അതിനെ കംപ്ലീറ്റ് ഓട്ടോമേഷൻ പേയ്മെൻറ്റ് വരെ എങ്ങനെ ഓട്ടോമേഷൻ ചെയ്തെടുക്കാം ഇതിനെക്കുറിച്ചുള്ള ഒരു ക്ലാസ്സാണ് ഞാൻ എടുക്കുന്നത്. അതിൽ ഞാൻ പഠിപ്പിക്കുന്നത് ഫേസ്ബുക്കിൽ നമ്മൾ എന്തെല്ലാം ശ്രദ്ധിക്കണം. ഒരു ഫേസ്ബുക്ക് പ്രൊഫൈൽ ഉണ്ടാക്കുമ്പോൾ പേജ് ഉണ്ടാക്കുമ്പോൾ അതിന് നമ്മൾ എങ്ങനെയാണ് ബിസിനസ് വെരിഫിക്കേഷൻ ചെയ്യുക. അതേപോലെ തന്നെ ഫേസ്ബുക്കിൽ നമ്മൾ ആഡ് ഇട്ട് അതിൽ ക്ലിക്ക് വരുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് എങ്ങനെ ഈ ലീഡ്സിന് നമുക്ക് ഒരു മെസ്സേജ് അയക്കാം, അവരുമായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് എങ്ങനെ അവരുമായിട്ട് കൺവെർസേഷൻ നടത്താം, ഇതിനൊക്കെയുള്ള ടൂൾ എങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കുക, ഇതെങ്ങനെയാണ് നമ്മൾ ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്, ഇതിനെല്ലാം ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മളൊരു ഫേസ്ബുക്കിൽ നമുക്ക് പോസ്റ്റ് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റർ ഇടണമെങ്കിൽ ഒരു റീൽ ഉണ്ടാക്കണമെങ്കിൽ ഇതിനെല്ലാം എങ്ങനെ നമ്മൾ ഡിസൈൻ ചെയ്യും. ഒരു ക്യാൻവ എന്ന് പറഞ്ഞ ഒരു ഡിസൈൻ പഠിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഓരോ ദിവസവും നമ്മൾ കണ്ടന്റ് ഇടുമ്പോൾ നമുക്ക് ഇതിനെല്ലാം ഉള്ള നോളജ് വേണം. എങ്ങനെ കണ്ടന്റ് ഉണ്ടാക്കുക അല്ലെങ്കിൽ കോപ്പി റൈറ്റ്സ് എങ്ങനെ ഉണ്ടാക്കുക, ഇതിനൊക്കെയുള്ള നോളജ് നമുക്ക് വേണം. അപ്പോൾ അതൊക്കെ നമുക്ക് ഈസി ആയിട്ട് AI ടൂൾ ഉപയോഗിച്ചിട്ട് എങ്ങനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് ഇവിടെ ഞാൻ കാണിക്കാൻ പോകുന്നത്, ശരിക്കും ഇതിൽ പഠിപ്പിക്കാൻ പോകുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഒരു ഫേസ്ബുക്ക് പൊതുവെ എല്ലാവർക്കും ഒരു ഫേസ്ബുക്ക് പേജ് ഉണ്ടാകും അല്ലെങ്കിൽ അതേപോലെ ഫേസ്ബുക്ക് പ്രൊഫൈൽ ഉണ്ടാകും. എന്നാൽ ഒരുവിധം 80% ആളുകൾക്ക് ഫേസ്ബുക്കിൽ ഒരുപാട് എന്താ പറയുക ഒന്നിൽ കൂടുതൽ പ്രൊഫൈലുകൾ കാണും. ഒന്നിൽ കൂടുതൽ പ്രൊഫൈലുകൾ അവർക്ക് ഉണ്ടായിരിക്കും. ഈ ഒന്നിൽ കൂടുതലുള്ള പ്രൊഫൈലിനെ ഫേസ്ബുക്ക് അതിനെ കാണുന്നത് ഫേക്ക് അക്കൗണ്ടായിട്ടാണ് കാണുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, ഇപ്പം നമുക്കൊന്നോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ അതിൽ റണ്ണായിക്കൊണ്ടിരിക്കുന്ന പേജ്, നമുക്ക് ബിസിനസ് പേജ് അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള നല്ല ഉഷാറായിട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന പേജാണെങ്കിൽ അതിനെ നമ്മളുടെ ഒറിജിനൽ ഫേസ്ബുക്ക് പ്രൊഫൈലിലോട്ട് അഡ്മിൻ ആക്കിയിട്ട് മാറ്റിയിട്ട് എന്നിട്ട് മറ്റുള്ള ഫേക്ക് ആയിട്ടുള്ള അഡ്രസ്സിനെല്ലാം അല്ലെങ്കിൽ അക്കൗണ്ടിനെല്ലാം നമ്മൾ ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഫേസ്ബുക്ക് ആഡ് റൺ ചെയ്ത് തുടങ്ങിയതിന് ശേഷമായിരിക്കും ഫേസ്ബുക്ക് അതിനെ ബ്ലോക്ക് ചെയ്യുക. പരസ്യത്തെ ബ്ലോക്ക് ചെയ്യുക മാത്രമല്ല, നമ്മുടെ മൊത്തം പ്രൊഫൈലിനെ അവർ ഡിലീറ്റ് ആക്കി കളയും. അതിനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഇതുപോലുള്ള കാര്യങ്ങൾ. അതേപോലെ തന്നെ നമ്മൾ ഫേസ്ബുക്കിൽ നമ്മൾ ID കൊടുത്ത് വെരിഫൈ ചെയ്യുക, എന്നിട്ട് ബിസിനസ് അക്കൗണ്ട് ആക്കുക. ബിസിനസ് അക്കൗണ്ട് ആക്കുമ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഇതിൽ പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ ഫണൽ മാർക്കറ്റിംഗ്, ഒരു മാർക്കറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഫണൽ മാർക്കറ്റിംഗ് ചെയ്യേണ്ടത്, ഓരോ മെത്തേഡ് ഉണ്ട്. ഫസ്റ്റ് നമ്മൾ അവയർനെസ്, നമ്മളെ പ്രൊഡക്റ്റിനെ കുറിച്ച് ആളുകൾ അറിയണം. ഉദാഹരണം ഇപ്പോൾ നമ്മളൊരു 90കളിലൊക്കെ ഉള്ള കാലത്താണ് നമ്മൾ പെപ്സിയെ കുറിച്ച് നമ്മളെ ഇന്ത്യക്കാർ അറിഞ്ഞു തുടങ്ങിയത്. കാരണം ക്രിക്കറ്റ് കളിച്ച് ഒരു 6 അല്ലെങ്കിൽ ഒരു 4 അടിച്ച് കഴിഞ്ഞാൽ സച്ചിൻ ടെണ്ടുൽക്കർ പെപ്സി കുടിച്ചിട്ട് പറയും നത്തിങ് ഒഫീഷ്യൽ അബൌട്ട് ഇറ്റ് എന്ന് പറയും. നത്തിങ് ഒഫീഷ്യൽ അബൌട്ട്. അതേപോലെ തന്നെ അമിതാഭ് ബച്ചനും വന്നിട്ട് നമ്മോട് പറയും. ഇത് കേട്ട് നമ്മുടെ മനസ്സിൽ പെപ്സി എന്ന ഒരു സോഫ്റ്റ് ഡ്രിങ്ക് എന്ന് കേൾക്കുമ്പോൾ തന്നെ പെപ്സി എന്നാണ് നമ്മുടെ മനസ്സ്. അതിന് മുമ്പ് നമ്മുടെ മനസ്സിൽ എന്തായാലും തംസപ്പ് ആയിരുന്നു. അത് നമ്മൾ ചെറുപ്പത്തിൽ അത് കണ്ട് ശീലിച്ചു. തംസപ്പ് അല്ലെങ്കിൽ ലിംക ഇതൊക്കെയായിരുന്നു. ഇപ്പോൾ നമ്മളതെല്ലാം മറന്നു. ഇപ്പോൾ അത് മാർക്കറ്റിൽ കാണാനില്ല. അപ്പോൾ ഇങ്ങനെ നമ്മളെ പ്രൊഡക്റ്റിനെ കുറിച്ച് നമ്മൾ അവയർനെസ് കൊടുക്കണം. എന്നിട്ട് നമ്മളുടെ വെബ്സൈറ്റിലോട്ടോ അല്ലെങ്കിൽ ലാൻഡിംഗ് പേജിലോട്ടോ വരുന്ന രീതിയിൽ ട്രാഫിക് ആഡ് കൊടുക്കണം. എന്നിട്ട് അതിനെ എൻഗേജ്, നമ്മൾ കൊടുക്കുന്ന വീഡിയോസും പോസ്റ്ററും എല്ലാം ആളുകൾ അതിൽ എൻഗേജ് ചെയ്യുന്ന കമൻറ്റും ഷെയറും എല്ലാം കൊടുക്കുന്ന രീതിയിലുള്ള ആഡ് കൊടുക്കും. പിന്നീട് നമ്മൾ സെയിൽസ് ആഡ് ചെയ്യണം. ഇതാണ് നമ്മൾ ഇവിടെ പഠിപ്പിക്കുന്നത്. പിന്നീട് ഈ വരുന്ന ലീഡുകളെ നമ്മൾ പർച്ചേസ് ആവാത്ത, നമ്മൾ കസ്റ്റമർ ആവാത്ത ലീഡുകൾ നമ്മൾ നർച്ചർ ചെയ്യണം. ഇതിനു വേണ്ടി നമ്മൾ കൺവേർട്ട് കിറ്റ് എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട്, അത് ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്, അത് യൂസ് ചെയ്യും. അത് പഠിപ്പിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ വാട്സപ്പ് മെസ്സേജുകൾ അയക്കുന്നത് ഓട്ടോമാറ്റിക്കായിട്ട് എങ്ങനെ ചെയ്യാം, അതിൻ്റെ ആപ്ലിക്കേഷൻ വാട്സപ്പിൻ്റെ ഒരു ആപ്ലിക്കേഷന് അതെങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ബ്രോഡ്കാസ്റ്റ് മെസ്സേജ് ചെയ്യുക, എങ്ങനെ ചാറ്റ് ബോട്ട് സെറ്റിംഗ് ചെയ്യുക, കീവേഡ് എങ്ങനെ നമ്മൾ ഉണ്ടാക്കും, ടെംപ്ലേറ്റ് എങ്ങനെ ഉണ്ടാക്കും, അതിൻ്റെ ഓരോ കാര്യങ്ങളും
പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ സാപ്പിയർ എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ, ഇതിനെല്ലാം ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് സാപ്പിയർ. അതായത് ഫേസ്ബുക്കിൽ നിന്നും വരുന്ന ലീഡിന് നമുക്ക് ഇൻഫർമേഷൻ കിട്ടണം, വാറ്റിയിലോട്ട് അതായത് വാട്സപ്പിലോട്ട് ഇൻഫർമേഷൻ കിട്ടണം, കൺവേർട്ട് കിറ്റിലോട്ട് ഇൻഫർമേഷൻ കിട്ടണം, ഗൂഗിൾ ഷീറ്റിലോട്ട് ഇൻഫർമേഷൻ കിട്ടണം. അങ്ങനെ പല രീതിയിലോട്ടുള്ള ഇൻഫർമേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറാനുള്ള ഒരു ആപ്ലിക്കേഷനാണ് സാപ്പിയർ. അതിനെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ ക്യാൻവ എന്ന് പറഞ്ഞ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. അത് നമുക്ക് ഡിസൈനിങ് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന വളരെ ഈസി ആയിട്ട് ഏതൊരാൾക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണത്, ക്യാൻവ. അത് പഠിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ അതിൽ ഫേസ്ബുക്ക് കവർ ഇമേജ്, ഫേസ്ബുക്കിൻ്റെ പോസ്റ്റർ, ഇൻസ്റ്റാഗ്രാം പോസ്റ്റർ, യൂട്യൂബിൽ ഉണ്ടാക്കുന്ന വീഡിയോ എങ്ങനെ അതെല്ലാം ഇതിൽ ഡീറ്റെയിൽസ് ആയിട്ട് പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ വെബ്സൈറ്റ് ഡിസൈനിങ്, ലാൻഡിംഗ് പേജ് ഡിസൈനിങ്, വീഡിയോ ക്രിയേഷൻ, അതെങ്ങനെ വീഡിയോ എടുക്കണം, അതേപോലെ തന്നെ അതിനെ എഡിറ്റ് ചെയ്യുന്നത്, പിന്നെ അതിനുവേണ്ടി കണ്ടന്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യണം, ഇതെല്ലാം പഠിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഗൂഗിൾ ERP, അതായത് ഗൂഗിൾ ഫോം, ഗൂഗിൾ ഷീറ്റ്, അതുപോലെ അതെല്ലാം എങ്ങനെ കണക്ട് ചെയ്യുക, ഇൻ്റഗ്രേറ്റ് ചെയ്യുക, അതെല്ലാം പഠിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ OBS, അതായത് നമ്മൾ ലൈവായിട്ട് ഒരു യൂട്യൂബ് വീഡിയോ ഇടുക, അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ ലൈവായിട്ട് ഇടുക, അത് എങ്ങനെ നമുക്ക് ചെയ്യാം. അതേപോലെ തന്നെ ബാക്കിൽ ഗ്രീൻ സ്ക്രീൻ വെച്ചിട്ട് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യാനുള്ള മെത്തേഡ് എങ്ങനെയാണ്. അങ്ങനെ സോഷ്യൽ മീഡിയയ്ക്ക് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒത്തിരി ടൂൾസുകൾ ഇതിൽ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ ഫേസ്ബുക്ക് ആണെങ്കിൽ തന്നെ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് നമ്മുടെ ID വെരിഫിക്കേഷൻ, അതേപോലെ തന്നെ വാട്സപ്പിനും ID വെരിഫിക്കേഷൻ, ഇത്ര എല്ലാ കാര്യങ്ങളും ഞാൻ ഇതിൽ പഠിപ്പിക്കുന്നുണ്ട്. ഇതിന് ശരിക്ക് എല്ലാം റെക്കോർഡഡ് വീഡിയോസാണ്. അത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള സമയം നിങ്ങൾ നോക്കിയിട്ട് പഠിക്കാം. എന്നിട്ട് അതിന് ശേഷം അതിൽ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് വന്നാലും ഞാനുമായിട്ട് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. വാട്സപ്പിലൂടെയോ അല്ലെങ്കിൽ ടെലിഗ്രാമിലൂടെ കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ഡൗട്ട് ഞാൻ അതിൽ ക്ലിയർ ചെയ്യും. എന്നിട്ട് അതിലും ക്ലിയർ ആവാത്ത നമുക്ക് 1-to-1 ഇരുന്ന് സൂമിൽ ഇരുന്നിട്ടും ഞാൻ ക്ലിയർ ചെയ്ത് കൊടുക്കും. അതേപോലെ തന്നെ ഈ കോഴ്സെല്ലാം പഠിച്ചു കഴിഞ്ഞ ആളുകൾക്ക് ഞാൻ പ്രാക്ടിക്കൽ ക്ലാസ്സുകൾ എടുക്കും. അപ്പോൾ ഒരു കൊല്ലം വരെ അവർക്ക് സപ്പോർട്ട് കൊടുക്കും. ഒരു കൊല്ലം കഴിഞ്ഞാൽ ലൈഫ് ടൈം അവർക്ക് ഈ കോഴ്സിൽ ആക്സസ് ഉണ്ടാവും. അവർക്ക് എപ്പോൾ വേണമെങ്കിലും ഈ യൂസർ ID പാസ്വേഡും വെച്ചിട്ട് അതിൽ ആക്സസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഓരോ സമയത്ത് അപ്ഡേറ്റ് ചെയ്യുന്നതും അവർക്ക് കാണാൻ കഴിയും. ഈ കോഴ്സിന് ഞാൻ ഫീ വെറും 4,999 പ്ലസ് GST ആണ് ചാർജ് ചെയ്തത്. ഇപ്പോൾ പ്രീ ലോഞ്ച് ആയത് കാരണം ഞാൻ ഇപ്പോൾ അതിന് വെറും 1,399 രൂപക്കാണ് GST ഇൻക്ലൂഡിങ് GST കൊടുക്കുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് അത് ഗ്രാബ് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ പ്രീ ലോഞ്ചാണ്, ഫുൾ കോഴ്സ് ഞാൻ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടില്ല. അത് 2-3 ദിവസം കൊണ്ട് ഞാൻ അത് അപ്ലോഡ് ചെയ്ത് കഴിയും. അതോടുകൂടി ഇതിൻ്റെ യഥാർത്ഥ പ്രൈസിലോട്ട് മാറും. അപ്പോൾ ഇന്ന് തന്നെ അത് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്രയും പൈസ നിങ്ങൾക്ക് ലാഭിക്കാനും കഴിയും. പിന്നെ നിങ്ങൾക്ക് ഞാൻ പഠിപ്പിക്കുന്ന ഏത് കോഴ്സിലായാലും എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അതെല്ലാം ക്ലിയർ ചെയ്യുന്നതുമായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇന്ന് തന്നെ 1,399 രൂപ കൊടുത്ത് ഇത് പർച്ചേസ് ചെയ്യുക. ഇന്ന് തന്നെ അതിൻ്റെ കോഴ്സ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഇംഗ്ലീഷിലുണ്ട്, അതേപോലെ തന്നെ മലയാളത്തിലും ക്ലാസ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഇംഗ്ലീഷിലാണെങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ചൂസ് ചെയ്യാം, മലയാളമാണെങ്കിൽ മലയാളം നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ ഇന്ന് തന്നെ നിങ്ങളത് പർച്ചേസ് ചെയ്യും എന്ന് ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു വെരി മച്ച്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.